എല്ലാവർക്കും റിംസ് അക്കാഡമിയുടെ ഇന്നത്തെ ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിലെ ലീനിയർ ഓൾജിബ്രയുടെ 4ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ്. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫർമേഷനിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ളതിലെ ഏറ്റവും ആദ്യത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഫ്രം R3 to R2? R3യിൽ നിന്നും R2യിലേക്കുള്ള ഇതിലേത് ട്രാൻസ്ഫർമേഷൻ ആണ് ലീനിയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് എന്താണ്, പ്രൊഡക്റ്റ് ടേംസ് ആയിട്ട് വരുന്നതൊന്നും ഒരിക്കലും എന്താകത്തില്ല, ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആകില്ല. ഏതാണ്, എക്സ് ഇൻറ്റു വൈ എന്നോ അല്ലെങ്കിൽ വൈ ഇൻറ്റു ഇസഡ് എന്നോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതെന്താകില്ല, ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആകില്ല. ഇനി ഏതാണ്, എക്സ് പ്ലസ് വൺ എന്നോ അല്ലെങ്കിൽ വൈ പ്ലസ് വൺ എന്നോ അങ്ങനെയൊക്കെ വന്നാലും അതൊരിക്കലും എന്താകത്തില്ല, ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആകില്ല. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഫസ്റ്റ് വണ്ണിനകത്ത് എന്താണ്, സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. സോ ഇതെന്താകത്തില്ല, ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആകില്ല. ഇനി ഓപ്ഷൻ സിയിൽ നോക്കിയേ, ഇത് എക്സ് വൈ ആണ്, വൈ ഇസഡും ആണ്. സോ ഇതും എന്താകത്തില്ല, ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആകില്ല. ഇനി ഓപ്ഷൻ ഡിയിൽ നോക്കിയേ, സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് വൈ ആണ്, അതുകൊണ്ട് ഇതും എന്താകത്തില്ല, ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആകത്തില്ല. സോ ഓപ്ഷൻ എയും സിയും ഡിയും ഒരിക്കലും എന്താകില്ല, ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആകില്ല. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് നമുക്ക് ലീനിയർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആകണമെങ്കിൽ എന്തൊക്കെയായിരിക്കണം, ടി ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈയും ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ടി ഓഫ് സി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സി ഇൻറ്റു ടി ഓഫ് എക്സും ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതെന്തായിരിക്കും, ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ് അല്ലെന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാണ്ട് തന്നെ ഇങ്ങനെ ട്രാൻസ്ഫർമേഷൻ ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺസിഡർ ദ വെക്ടർ സ്പേസ്. നമുക്കൊരു വെക്ടർ സ്പേസ് തന്നിട്ടുണ്ട്. വെക്ടർ സ്പേസ് പി എൻ എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ആണ്. പി എൻ എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഓൾ റിയൽ പോളിനോമിയൽസ് ആണ് അല്ലെ, റിയൽ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഇക്വൽ ടു എൻ ആണ്. ഓക്കെ, ഇനി ടി എന്ന് പറയുന്ന മാപ്പ് ഇവിടുന്ന് എവിടേക്കുള്ളതാണ്, ടി എന്ന് പറയുന്നത് P2 നിന്നും P3 P2 എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2 ആണ് അല്ലെ, ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2 വരുന്ന പോളിനോമിയൽസ് ആണ്. അതുപോലെ P3 എന്ന് പറയുന്നത് എന്താണ്, ഡിഗ്രി ലെസ് ദാൻ ഓർ ഇക്വൽ ടു 3 വരുന്ന പോളിനോമിയൽസ് ആണ്. സോ ആ ഒരു ട്രാൻസ്ഫർമേഷനും നമുക്ക് തന്നിട്ടുണ്ട്. ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് റെപ്രസെന്റേഷൻ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. P2 സ്റ്റാൻഡേർഡ് ബേസിസ് ഏതാണ്, 1x എക്സ് സ്ക്വയർ ആണ്. P3 സ്റ്റാൻഡേർഡ് ബേസിസ് ഏതാണ്, 1x എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന ട്രാൻസ്ഫർമേഷൻ ഏതാണ്, ടി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെ, ടി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി അല്ലെ, ഇന്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി പ്ലസ് എന്തായിരുന്നു, പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് നമ്മുടെ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി നോക്കി, നമുക്ക് പോളിനോമിയൽസ് എഫ് ഓഫ് എക്സ് ഏതൊക്കെ എടുക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എവിടുത്തെ പോളിനോമിയൽസ് ആണ് എടുക്കേണ്ടത്, P2 പോളിനോമിയൽസ് ആണ് എടുക്കേണ്ടത്. P2 സ്റ്റാൻഡേർഡ് ബേസിസ് ഏതൊക്കെയാണ്, 1x എക്സ് സ്ക്വയർ ആണ് സ്റ്റാൻഡേർഡ് ബേസിസ്. സോ എഫ് ഓഫ് എക്സിന് ഏതൊക്കെ എടുക്കാം, നമുക്ക് 1 എടുക്കാം, എക്സ് എടുക്കാം, എക്സ് സ്ക്വയർ എടുക്കാം. സോ ഫസ്റ്റ് ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എടുത്തു. അങ്ങനെയാകുമ്പോൾ എന്ത് വരും, ടി ഓഫ് 1 ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും, 1 ഡി ടി പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ്. 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. സോ ഇന്റഗ്രൽ ഓഫ് 1 ഡി ടി, 1ന്റെ ഇന്റഗ്രൽ എന്താണ്, ടി ആണ്. ടി ഫ്രം ലിമിറ്റ് എവിടുന്ന് എവിടം വരെയാണ്, 0 ടു എക്സ് ആണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടും, എക്സ് എന്ന് കിട്ടും. അതായത് ടി ഓഫ് 1 എന്ന് പറയുന്നത് എന്ത് കിട്ടി, നമുക്ക് എക്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം, സെക്കൻഡ് വൺ, അതായത് എക്സ് കൊടുക്കണം. ദാറ്റ് ഈസ് ടി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ എക്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ എന്ത് കിട്ടും നമുക്ക്, ഇന്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് ടി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ആയിരിക്കും. സോ എങ്ങനെ വരും, ടി ഡി ടി പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 ആണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടും, 1 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്, ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. ലിമിറ്റ് എവിടുന്ന് എവിടം വരെയാണ്, 0 ടു എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. സോ നമുക്ക് എങ്ങനെ വന്നു,
വിച്ച് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് 0 ആയി പോകും. പ്ലസ് ഒരു 1 ഉണ്ട്. സോ രണ്ടാമത്തേതിന് നമുക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ഏതാണ് കൊടുക്കേണ്ടത് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് എടുക്കേണ്ടത്. സോ ടി ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് വരും? ഇൻ്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി സ്ക്വയർ ആയിരിക്കും. സോ എന്ത് കിട്ടും നമുക്ക്? ടി സ്ക്വയർ ഡി ടി പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. സോ എങ്ങനെ കിട്ടും നമുക്ക്? ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫ്രം 0 ടു എക്സ് പ്ലസ് 2x എന്ന് വരും. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2x എന്ന് കിട്ടും. സോ ടി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നോക്കി, ഫസ്റ്റ് 1 കിട്ടിയിരിക്കുന്നത് എന്താണ്? എക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് 1 കിട്ടിയിരിക്കുന്നത് ഏതാണ്? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1 ആണ്. തേർഡ് 1 എന്ന് പറയുന്നത് ഏതാണ്? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2x ആണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് എഴുതാം. ഫസ്റ്റ് 1ൻ്റേത് ടി ഓഫ് 1ൻ്റേത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് ആണ്. ടി ഓഫ് എക്സിൻ്റേത് ഏതായിരുന്നു കിട്ടിയത്? ടി ഓഫ് എക്സിൻ്റേത് നോക്കിയാൽ ടി ഓഫ് എക്സിൻ്റേത് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1 ആണ് അല്ലേ? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1. ലാസ്റ്റ് 1 ടി ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഏതാണ് കിട്ടിയിരിക്കുന്നത്? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2x അല്ലേ? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2x എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്മൾ താഴേക്ക് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും വരേണ്ടത്? ഫസ്റ്റ് എലമെൻറ്റ് അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കുക. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെട്രിക്സ്. അപ്പം ഇതിനകത്ത് കോൺസ്റ്റൻറ്റ് ടൈം ഏതാണ്? 0 ആണ് അല്ലേ? കോൺസ്റ്റൻറ്റ് ടൈം 0 ആണ്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? 1 ആണ്. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? 0 ആണ്. എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? 0 ആണ് അല്ലേ? ഫസ്റ്റ് ടി ഓഫ് 1 ഈക്വൽ ടു എക്സ് എടുത്തു. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെയുണ്ട്? കോൺസ്റ്റൻറ്റ് ടൈം എന്ന് പറയുന്നത് അവിടെ 0 ആണ്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 0 ആണ്. എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് 0 ആണ്. ഇനി അടുത്ത കോളം എന്ന് പറയുന്നത് സെക്കൻഡ് 1ൻ്റെ എടുക്കുക. അടുത്ത കോളം എടുക്കുമ്പം കോൺസ്റ്റൻറ്റ് ടൈം അവിടെ എത്രയാണ്? 1 ആണ്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? 0 ആണ്. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? 1/2 ആണ്. എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? 0 ആണ്. അടുത്തത് വരുമ്പോൾ എന്ത് വരും? തേർഡ് ഇക്വേഷൻ നോക്കുക. തേർഡ് 1നകത്ത് കോൺസ്റ്റൻറ്റ് ടൈം എന്ന് പറയുന്നത് 0 ആണ്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 2 ആണ്. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 0, എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് 1/3. സോ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഏതായിരിക്കും? ഇതായിരിക്കും നമ്മുടെ മെട്രിക്സ്. സോ ഏതായിരിക്കും കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി നമ്മളിവിടെ പറഞ്ഞു P2-ൽ നിന്നും P3-യിലേക്കാണ് നമ്മുടെ ട്രാൻസ്ഫർമേഷൻ. P2-ൻ്റെ ഡയമെൻഷൻ എത്രയാണ്? 3 ആണ്. P3-യുടെ ഡയമെൻഷൻ എത്രയാണ്? 4 ആണ് അല്ലേ? P2-ൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണ്. P3-യുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 4 ആണ്. സോ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 4/3 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ആ ട്രാൻസ്ഫർമേഷൻ കണ്ടുപിടിച്ചിട്ട് ഏതാണെന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻസിനെ കോളമായിട്ട് എഴുതുക. ഓക്കെ. Next, let T from R2 to R2 be a linear transformation such that T of 1, 2 equal to 2, 3 and T of 0, 1 equal to 1, 4. Then T of 5, 6, 6. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു എലമെൻ്റ് ആണ് കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരു ട്രാൻസ്ഫർമേഷനിൽ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഏതാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക. T of 5, 6 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? 5, 6നെ ബാക്കിയുള്ളതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതുക. ബാക്കിയുള്ള ഏതൊക്കെയാണ്? 1, 2 ഉണ്ട്, 0, 1 ഉണ്ട്. സോ എങ്ങനെ എഴുതാം? നമുക്ക് A × 1, 2 പ്ലസ് B × 0, 1 എന്ന് എഴുതാം അല്ലേ? സോ ഇതെങ്ങനെ വരും? അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം A അടുത്ത് എന്ത് വരും? 2A പ്ലസ് ബി എന്ന് വരും അല്ലേ? A 2A പ്ലസ് ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടും? നമുക്ക് 5, 6 എന്ന് കിട്ടും. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? A ഈക്വൽ ടു 5 എന്നും കിട്ടും. അതുപോലെ തന്നെ 2A പ്ലസ് ബി ഈക്വൽ ടു 6 എന്നും വരും. A ഈക്വൽ ടു 5 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 × 5 10. B ഈക്വൽ ടു 6 - 10 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എന്ന് വരും? -4 എന്ന് വരും. സോ B ഈക്വൽ ടു -4 എന്നും കിട്ടി. A ഈക്വൽ ടു 5 എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5, 6നെ എങ്ങനെ എഴുതാൻ പറ്റും? A എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ദാറ്റ് ഈസ് 5 × 1, 2 -4 × 0, 1 എന്ന് എഴുതാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? T of 5, 6 ആണ്. സോ ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് T of 5, 6 ഈക്വൽ ടു നമുക്കറിയാം T of CX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? C × T of X ആണ്. സോ T of 5 × 1, 2 എന്ന് പറഞ്ഞാൽ എന്താണ്?
5 ഇൻറ്റു ടി ഓഫ് 1,2 ആണ്, മൈനസ് 4 ഇൻറ്റു ടി ഓഫ് 0,1 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ടി ഓഫ് 1 2 എത്രയാണെന്ന് തന്നിട്ടുണ്ട്, എത്രയാണ് 2,3 ആണ്, മൈനസ് 4 ഇൻറ്റു ടി ഓഫ് 0,1 എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 1,4 എന്നും തന്നിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് എന്ത് വരും, 5 ഇൻറ്റു 2 10, 3 ഇൻറ്റു 5 15, മൈനസ് അടുത്ത് എന്ത് വരും 4, ഇത് എത്ര വരും, 4 ഇൻറ്റു 4 16 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 10 മൈനസ് 4 എത്ര വരും, 6 വരും, 15 മൈനസ് 16 ദറ്റ് ഈസ് മൈനസ് 1 എന്ന് വരും. സോ നമുക്ക് ഏതായിരിക്കും കിട്ടുന്നത്, 6, മൈനസ് 1 എന്ന് വരും. സോ ഏതാണ് കറക്റ്റ് വരുന്നത്, ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പം ഒരു ട്രാൻസ്ഫർമേഷൻ, രണ്ട് ട്രാൻസ്ഫർമേഷൻ്റെ വാല്യൂസ് തന്നിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഏതിൻ്റെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ ബാക്കിയുള്ളതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുക, ആ കോൺസ്റ്റന്റ് ടേമുകൾ കണ്ടുപിടിക്കുക, ദെൻ ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെറ്റ് എഫ് ഫ്രം R3 ടു R3 ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു നമുക്കൊരു ട്രാൻസ്ഫർമേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. നൾ സ്പേസ് ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബൈ ഡെഫിനിഷൻ നമുക്കറിയാം നൾ സ്പേസ് ഓഫ് എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ ഇസഡ് സച്ച് ദാറ്റ് എന്തായിരിക്കണം, എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് 0 വരുന്ന എക്സ് വൈ ഇസഡുകളുടെ കളക്ഷൻ ആണ് എന്ത്, നൾ സ്പേസ് ഓഫ് എഫ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഏതാണ്, എക്സ് മൈനസ് 2y പ്ലസ് ഇസഡ് എക്സ് പ്ലസ് ഇസഡ് ആണ്. ഓക്കെ, അപ്പം ഇത് 0 വരുന്ന എക്സ് വൈ ഇസഡുകളുടെ കളക്ഷൻ. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 0യോട് ഇക്വേറ്റ് ചെയ്യാം. അതിനെ 0യോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് മൈനസ് 2y ഈക്വൽ ടു 0, അതുപോലെ തന്നെ 2y പ്ലസ് ഇസഡ് ഈക്വൽ ടു 0, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എക്സ് പ്ലസ് ഇസഡ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് ഈക്വൽ ടു 2y എന്ന് എഴുതാം. ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം, ഇസഡ് ഈക്വൽ ടു മൈനസ് 2y എന്ന് എഴുതാം. ലാസ്റ്റ് ഇക്വേഷൻ എന്താണ്, ഇസഡ് ഈക്വൽ ടു മൈനസ് എക്സ് ആണ്. അത് ഇസഡ് ഈക്വൽ ടു മൈനസ് എക്സ് അല്ലേ എന്ന് നോക്കിയാൽ, കാരണം എക്സ് ഈക്വൽ ടു 2yയും കിട്ടി, ഇസഡ് ഈക്വൽ ടു മൈനസ് 2yയും കിട്ടി. സോ തേർഡ് ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇസഡ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന്. സോ നമ്മുടെ എക്സ് വൈ ഇസഡുകൾക്ക് പകരം എന്ത് കൊടുക്കാം, എക്സിന് പകരം നമുക്ക് 2y എന്ന് കൊടുക്കാം, വൈക്ക് പകരം y ആയിട്ട് തന്നെ നിൽക്കും, ഇസഡിന് പകരം എന്തെന്ന് കൊടുക്കാം, മൈനസ് 2y എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫോമിൽ വരുന്ന എലമെന്റ്സ് ആയിരിക്കും എവിടെയുള്ളത്, നൾ സ്പേസ് ഓഫ് എഫിലുള്ളത്. സോ നമുക്ക് ഇവിടെ നിന്ന് y ഔട്ട് സൈഡ് എടുക്കാം. y ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും, 2 1 മൈനസ് 2 എന്ന് കിട്ടും. സോ ബേസിസിലെ എലമെന്റ് ഏതാണ്, 2 1 മൈനസ് 2 ആണ്. ബേസിസിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, ഒരു എലമെന്റ് ആണുള്ളത്. സോ നൾ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 ആയിരിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദ ലീനിയർ ട്രാൻസ്ഫർമേഷൻ. നമുക്ക് രണ്ട് ലീനിയർ ട്രാൻസ്ഫർമേഷൻ തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഇൻവേർട്ടിബിൾ നോൺ ഇൻവേർട്ടിബിൾ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻവേർട്ടിബിളും നോൺ ഇൻവേർട്ടിബിളും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഇപ്പം നൾ സ്പേസ് ഓഫ് എഫ് എന്ന് പറയുന്നത് 0 മാത്രം ഉള്ളെങ്കിൽ, നൾ സ്പേസ് ഓഫ് എഫിൽ 0 മാത്രം ഉള്ളെങ്കിൽ എന്തായിരിക്കും, അത് 1 1 ആയിരിക്കും. ഇത് R3യിൽ നിന്നും R3യിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ ആയതുകൊണ്ട് 1 1 ആണെങ്കിൽ അതെന്തായിരിക്കും, ഓൺ 2 ആയിരിക്കും. 1 1ഉം ഓൺ 2ഉം ആണെങ്കിൽ അതെന്തായിരിക്കും, ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഫസ്റ്റ് നോക്കണം നൾ സ്പേസ് ഓഫ് എഫിൽ 0 ആണോ നോക്കുക. നൾ സ്പേസ് ഓഫ് എഫിൽ 0യും ആണ്, അതുപോലെ തന്നെ ഇത് R3യിൽ നിന്നും R3 സെയിം ഡയമെൻഷനിൽ നിന്ന് സെയിം ഡയമെൻഷനിലേക്കുള്ള ട്രാൻസ്ഫർമേഷനും ആണെങ്കിൽ അതെന്തായിരിക്കും, 1 1 ആണെങ്കിൽ ഓൺ 2 ആണ്, 1 1ഉം ഓൺ 2 ആണെങ്കിൽ അതെന്തായിരിക്കും, ഇൻവേർട്ടിബിൾ ആയിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് സെയിം ഡയമെൻഷനിൽ നിന്ന് സെയിം ഡയമെൻഷനിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി, നൾ സ്പേസിൽ 0 മാത്രമേ ഉള്ളൂ എന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് വണ്ണിന്റെ നൾ സ്പേസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാത്തിനെയും 0യോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0, അതുപോലെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എക്സ് മൈനസ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ നോക്കി, ഇത് എക്സ് ഈക്വൽ ടു എന്തെന്ന് വരും, മൈനസ് വൈ എന്ന് വരും. ഇവിടെ വരുമ്പോൾ എന്ത് വരും, എക്സ് ഈക്വൽ ടു വൈ എന്ന് വരും. ഇവിടെ വരുമ്പോൾ എന്ത് വരും, എക്സ് ഈക്വൽ ടു ഇസഡ് എന്ന് വരും. ഇനി നോക്കിയേ, എക്സ് ഈക്വൽ ടു വൈയും ആണ്, എക്സ് ഈക്വൽ ടു മൈനസ് വൈയും ആണ്. അപ്പോൾ ഒരു നമ്പർ വേറൊരു നമ്പറിനോട് ഈക്വൽ ആണ്, അതിൻ്റെ നെഗറ്റീവിനോടും ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ എന്തായേ പറ്റൂ, 0 ആയേ പറ്റൂ. അതായത് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ വൈ ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. എക്സും വൈയും 0 ആണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്തെന്ന് പറയാം, ഇസഡും ഈക്വൽ ടു 0 ആണ്. അതായത് നൾ സ്പേസിൽ എന്ത് മാത്രമേ ഉള്ളൂ, 0 മാത്രമേ ഉള്ളൂ. സോ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 1 ആണ്. 1 1 ആയതുകൊണ്ട് ഇതെന്തായിരിക്കും, ഓൺ 2 ആയിരിക്കും. 1 1ഉം ഓൺ 2 ആണെങ്കിൽ അതെന്തായിരിക്കും, ഇൻവേർട്ടിബിൾ ആയിരിക്കും. സോ എഫ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്താണ്, ഇൻവേർട്ടിബിൾ ആണ്. ഇനി ജിയുടെ നോക്കാം. ജിയുടെ ഇതിന് ഞാൻ 0 ഇക്വേറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0,
വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു 0 ആൻഡ് ഇസഡ് മൈനസ് എക്സ് ഈക്വൽ ടു 0. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? വൈ ആയിരിക്കും. വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും? വൈ ഈക്വൽ ടു ഇസഡ് ആയിരിക്കും. ഇസഡ് മൈനസ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എക്സ് ഈക്വൽ ടു ഇസഡ് ആയിരിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കിട്ടും? എക്സ് ഈക്വൽ ടു ഇസഡ് ആണ്, വൈ ഈക്വൽ ടു ഇസഡും ആണ്, എക്സ് ഈക്വൽ ടു വൈയും ആണ് അല്ലേ? അതായത് നൾ സ്പേസിൽ ഏതൊരു എലമെന്റ് ഉണ്ട്? എക്സിന് പകരം എന്തെന്ന് കൊടുക്കാം? നമുക്ക് ഇസഡ് എന്ന് കൊടുക്കാം. വൈക്ക് പകരം എന്തെന്ന് കൊടുക്കാം? ഇസഡ് എന്ന് കൊടുക്കാം. ഇസഡ് എന്ന് പറയുന്നത് ആർബിട്രറി ആയിട്ട് ഇസഡ് തന്നെ വരും. സോ നൾ സ്പേസിൽ ഏത് എലമെന്റ് ഉണ്ട്? 1 1 1 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് നൾ സ്പേസിൽ ഏതെങ്കിലും ഒരു എലമെന്റ് വന്നു കഴിഞ്ഞാൽ അതെന്താകത്തില്ല? 1 1 ആകത്തില്ല. 1 1 അല്ലെങ്കിൽ എന്താകില്ല? ഓണ്ടു ആകില്ല. 1 1 ഓണ്ടു അല്ലെങ്കിൽ അതൊരിക്കലും എന്താകില്ല? ഇൻവേർട്ടിബിളും ആകില്ല. സോ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആയിരിക്കും. ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ ഇൻവേർട്ടിബിൾ ആയിരിക്കും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർമേഷനകത്ത് എന്തൊക്കെയാണുള്ളത്? ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കാം. അതുപോലെ തന്നെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് നൾ സ്പേസിൻ്റെയും റേഞ്ച് സ്പേസിൻ്റെയും ഒക്കെ ഡയമെൻഷൻ ചോദിച്ച് ഇൻവെർട്ടിബിൾ ആണോ നോൺ ഇൻവെർട്ടിബിൾ ആണോ എന്ന് വരാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്തുള്ളത്. ഓക്കെ, താങ്ക് യു.